ടി ജി വളരെ രസകരമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നാഷണൽ ലെവലിൽ നമുക്കിപ്പോൾ കാണാം. അതായത് നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് തൻ്റെ മൂന്നാം ഊഴത്തിലേക്കുള്ള വഴി, അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് തന്നെയാണ്. എന്നുവെച്ചാൽ ദ ഗവൺമെൻറ് ഈസ് കണ്ടിന്യൂയിങ് എന്ന് പറയുന്ന ഒരു സെൻസിലാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുതിയ മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 100 ദിവസത്തിനുള്ളിൽ എന്തെല്ലാം പുതിയ പദ്ധതികളാണ് തയ്യാറാക്കേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എനിക്ക് വന്ന് ഗവൺമെൻറ് സെക്രട്ടറിമാർക്ക് നൽകിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ്, അതാണ് BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലുള്ളത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരു കെയർ ടേക്കർ പ്രൈം മിനിസ്റ്റർ എന്ന നിലക്കൊന്നുമല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് പ്രൈം മിനിസ്റ്റർ എന്ന നിലക്കാണ്. അതെ, ആ ഒരു പാരഡൈം ഷിഫ്റ്റ് ലോകത്തിന് മോദി ബോധ്യപ്പെടുത്തി കൊടുത്തു. 2008 നമ്മളുടെ ഫോർബ്സ് മാഗസിൻ ഒരു ലേഖനം എഴുതിയിരുന്നു, ഡെമോക്രസി ആൻഡ് ഓട്ടോക്രസി, ചൈന ആൻഡ് ഇന്ത്യ. ആ കൃത്യം വാക്കുകളല്ല, ഓർമ്മയിൽ നിന്ന് പറയുന്നു. അവർ പറഞ്ഞു, ചൈനയുടെ പ്രോഗ്രസ് നോക്ക്, ഇന്ത്യയുടെ പ്രോഗ്രസ് നോക്ക്. ഡെമോക്രാറ്റിക് ഓട്ടോക്രസി, ചൈനയിലും പേരിനൊരു തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടല്ലോ, ഓട്ടോക്രസിയെ ഏഷ്യൻസിന് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. റിയൽ ഡെമോക്രസി ഇന്ത്യയിലുള്ളതുപോലെ അത് ഡെമോക്രസി എന്നൊക്കെ പറയാം, പക്ഷെ ഒരു പ്രോഗ്രസ്സും ഉണ്ടാവില്ല, വളരെ സ്ലോ ആയിരിക്കും. അവർ കമ്പയർ ചെയ്തത് യാങ്ടീസ് നദിയിൽ ചൈന പണിഞ്ഞ ഒരു ഡാം, നമ്മളുടെ നർമ്മദ നദിയിലെ ഡാം. അവർ 12 വർഷം കൊണ്ട് യാങ്ടീസ് ഡാം പണി തീർത്തു. 12 വർഷം. അതിൽ 14 ബിഗ് സിറ്റീസ് മുങ്ങിപ്പോകുമായിരുന്നു. 14 18 മുനിസിപ്പാലിറ്റീസ്, ചെറിയ ടൗൺസ് മുങ്ങിപ്പോകുമായിരുന്നു. 1,20,000 ഗ്രാമങ്ങൾ മുങ്ങിപ്പോകുമായിരുന്നു. അതാണ് യാങ്ടീസ് ഡാം. എന്നിട്ട് 12 വർഷം കൊണ്ട് അവർ തീർത്തു. നമ്മുടെ നർമ്മദ ഡാം മുങ്ങുന്നത് 140 വില്ലേജസ് മാത്രമാണ്. കോർപ്പറേഷൻ ഇല്ല, മുനിസിപ്പാലിറ്റി ഇല്ല, വില്ലേജ് മാത്രം, പഞ്ചായത്തുകൾ ഏകദേശം 140. ഇത് മുങ്ങും എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ ഇനി നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്തെല്ലാം ബഹളം സംഗതി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സുപ്രീം കോടതി ഹൈറ്റ് കുറച്ചിട്ട് പിന്നെ സ്റ്റേ വെക്കേറ്റ് ചെയ്തു. 1 വർഷം 2.5 മീറ്റർ വെച്ചിട്ട് ഈ സ്റ്റേയിൽ ഭേദഗതി വരുത്തി. ചുരുക്കി പറഞ്ഞ് 60 വർഷം കൊണ്ട് നമ്മൾ നർമ്മദ ഡാം തീർത്തു. അപ്പോൾ ലുക്കറ്റ് യാങ്ടീസ് ആൻഡ് ലുക്കറ്റ് നർമ്മദ. മറ്റവർ ഓട്ടോക്രസിയാണ്, ഇവർ ഡെമോക്രസിയാണ്. യൂറോപ്യൻസിന് മാത്രമേ ഒരു ഹെൽത്തി ഡെമോക്രസി ആൻഡ് ഗ്രോത്ത് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഏഷ്യൻസിന് പറ്റില്ല. ചാട്ടവാറടിച്ചാൽ അവന്മാർ പണിയെടുക്കും, ചാട്ടവാറടിച്ചില്ലെങ്കിൽ അവർ കച്ചറയുണ്ടാക്കും, പൊതു താല്പര്യ ഹർജി, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ഉടക്കും പരിപാടിയൊക്കെ ഉണ്ടാക്കി ഭരണകക്ഷി എന്തുകൊണ്ടുവന്ന് കഴിഞ്ഞാലും പ്രതിപക്ഷം എതിർക്കും. ഇതൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. യൂറോപ്യന്മാർ വിലയിരുത്തൽ ശരിയാണ്. നർമ്മദ തീരാൻ 60 വർഷം എടുത്തു. അപ്പോൾ ഇങ്ങനെ ലേഖനം 2008 വന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. 2018 വീണ്ടും ഇവരുടെ ലേഖനം വരുന്നു, റീ അലൈൻമെൻറ്റ് ഓഫ് സ്ട്രാറ്റജീസ്, ഷാൽ വി ഹാവ് എ റീതിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഈ മനുഷ്യൻ വന്നതിന് ശേഷം ഫിക്സ് ചെയ്ത സകല ടാർഗറ്റ്സും അങ്ങനെ മീറ്റ് ചെയ്യുന്നു, ഗുഡ് ഓർ ബാഡ്. അങ്ങനെ GST കൊണ്ടുവരുമെന്ന് പറഞ്ഞു, ഹൂക്കോർ ക്രൂക്ക് പ്രതിപക്ഷത്തെ ഇത് ചെയ്തു, രാജ്യസഭയിൽ മണി ബില്ലാക്കി, അങ്ങനെ ചെയ്തു. ഇങ്ങനെ ഹീ സോ ടു ഇറ്റ് ദാറ്റ് ഇറ്റ് ഈസ് പാസ്റ്റ്. ഡിമോണിറ്റൈസേഷൻ, ഒരുപാട് പേര് പറഞ്ഞു അയ്യോ ഇത് സർവനാശം വരുത്തുന്ന. പുള്ളി എന്തും വരട്ടെ എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് നടപ്പാക്കി. അതിൽ കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ടായി. ഹീ നാവിഗേറ്റഡ് ത്രൂ ഓൾ ദീസ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ദെൻ കരയ്ക്ക് കയറിയിട്ട് സംഭവം സ്മൂത്തായി. ഇപ്പോൾ പുതിയ 500 രൂപ നോട്ട്, ആളുകൾക്ക് അസ്വസ്ഥതയില്ല. പുതിയ 100 രൂപ നോട്ട്, 2000 രൂപ നോട്ട് ഇടയ്ക്ക് അടിച്ചിരുന്നു. ഈ മനുഷ്യരുടെ ആർത്തി തീർക്കാൻ എൻ്റെ കാശ് എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നവരുണ്ട്. ഇത് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ATMൽ മോഡിഫിക്കേഷൻ വരുത്തി 2000 രൂപയുടെ നോട്ട് ഫിറ്റ് ചെയ്തിട്ട് അത് കൊടുത്ത്, അല്ലെങ്കിൽ ജനം വലിയ ബഹളം വയ്ക്കും. അപ്പോൾ അന്ന് ആൾക്കാർ പറഞ്ഞു മിടുക്കൻ, 500 രൂപയുടെ നോട്ട് പിൻവലിച്ചു, 1000 രൂപയുടെ പിൻവലിച്ചിട്ട് 2000 രൂപ നോട്ട് അടിച്ചിരിക്കുന്നു. കള്ളപ്പണക്കാർക്ക് ഒന്നുകൂടെ എളുപ്പമായില്ലേ, ഇതെന്തൊരു പൊട്ടൻ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ സൂത്രത്തിന് 2000 പിൻവലിച്ചു. ഇപ്പോൾ 2000 ഉണ്ടോ എവിടെയെങ്കിലും? അന്ന് ആ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപനം ഉണ്ടോ? ഒന്നുമില്ല. സൗമ്യമായിട്ട് ആ സാധനം മാർക്കറ്റിൽ നിന്ന് അങ്ങ് പിൻവലിച്ചു. റിസർവ് ബാങ്ക് അങ്ങ് തിന്നു.
ഒരു ചെറിയ സർക്കുലർ ബാങ്കുകൾക്കെല്ലാം കൊടുത്തു. 2000 നോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു തരിക, അതിന് പകരം 500 രൂപയുടെ നോട്ട് പിടിച്ചു. 2000 അപ്രത്യക്ഷമായി. അപ്പോൾ ഇവർ നോക്കിക്കഴിഞ്ഞപ്പോൾ വിചാരിച്ച കാര്യം വിചാരിച്ച സമയത്ത് ആ മനുഷ്യൻ നടപ്പാക്കുന്നു. അങ്ങേര് ഈ നർമ്മദ ഡാം കംപ്ലീറ്റ് ആയിട്ട് പുള്ളി ഡേറ്റ് കൊടുത്തു. ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി ഇറ്റ് വാസ് November 15 ഓർ സോ. അഹമ്മദാബാദിൽ ഈ കർണാവതി എന്ന് പറയുന്ന നദി, ആ നദിയുടെ കിടപ്പ് കാണണം. ഒരുപാട് എൻക്രോച്ച്മെൻറ്റും കുടിലും ഒക്കെ ആൾക്കാർ കെട്ടി, അത് വെള്ളമില്ല. അത്രയും പാലമൊക്കെ ഉണ്ട്, പക്ഷേ താഴെ വെള്ളമില്ല. വർഷങ്ങളായിട്ട് വെള്ളം ഒഴുകിയതിൻ്റെ ലക്ഷണം പോലും ഇല്ല. ആൾക്കാർ എൻക്രോച്ച് ചെയ്തിരിക്കുന്നു. കുറേ പുല്ലും കാടും ഒക്കെ മറ്റും മരുഭൂമി പോലെ ആയിരിക്കുന്നു. പുള്ളി പറഞ്ഞു, ഈ സ്ഥലത്ത് കൂടെ ഇത്ര ഹൈറ്റിൽ വെള്ളം വരും ഇത്രാം തീയതി എന്ന് പറഞ്ഞു. ആദ്യം അതിന് സീരിയസ് ആയിട്ട് എടുത്തില്ല. അടുത്ത മാസം അതിനടുത്ത് വാണിംഗ്, പിന്നെ മൈക്ക് വെച്ച് വാണിംഗ്, ജീപ്പിൽ പോലീസുകാർ വാണിംഗ് ഒക്കെയായി. ആളുകൾ കുറേശ്ശെ എല്ലാവരും നദി വെക്കേറ്റ്, ഞങ്ങളുടെ കുടിലൊക്കെ അവിടെ ഇരിക്കട്ടെ, കരയ്ക്ക് കയറി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ദെൻ ഈ സബർമതി അങ്ങോട്ട് ആർത്തെരച്ച് വന്ന് അതിൻ്റെ ഡേഞ്ചർ ലെവൽ പണ്ട് മാർക്ക് ചെയ്ത റെഡ് മാർക്ക് വരെ വെള്ളം അങ്ങോട്ട്. ഗുജറാത്തുകാർ അന്തം വിട്ടുപോയി. സൗരാഷ്ട്ര കച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളമില്ല, ഉള്ളത് തന്നെ ഉപ്പ് വെള്ളമാണ്. കൂടുതൽ കുഴിച്ചാൽ ഉപ്പ് വെള്ളമാകും. ഈ അവസ്ഥയാണ്. അവിടെയൊക്കെ കൃഷിയൊക്കെ ചെയ്ത് 2-2.5 ലക്ഷം ഹെക്ടറിലേക്ക് വെള്ളം കൊടുത്തു ഈ മനുഷ്യൻ. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ യൂറോപ്യൻസിന് മനസ്സിലായി, ദിസ് ഇസ് നോട്ട് എ സ്മോൾ മാൻ. ഹീ ഡസൻ കെയർ നിങ്ങൾ അയാളെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുക, അത് ഇത്. പുള്ളി പറഞ്ഞല്ലോ എൻ്റെ ആരോഗ്യരഹസ്യം എന്താണെന്ന് ആരോ ചോദിച്ചു. പുള്ളി പറഞ്ഞു, മേ ഹർ ദിൻ സുബ 2 കിലോ ഗാലി ഖാത്താഹും. 2 കിലോ തെറി അങ്ങ് തിന്നും, വയറും നിറയും, മനസ്സിന് സമാധാനമാകും. ഈ തെറി വിളിച്ചവർക്ക് ഒരു സമാധാനം വേണ്ട, വിളിച്ച് തെറി ഏറ്റുന്നു. അതുകൊണ്ട് അതങ്ങ് തിന്നും. ഇതാണ് തമാശയായിട്ടേ പുള്ളി എടുക്കും. ഈ പറയുമ്പോൾ എല്ലാവരും ഫാസിസ്റ്റ് എന്നൊക്കെ പറയും. പേഴ്സൺ ആലോചിച്ച് നോക്കി, ഇന്ന് വരെ മോദിയെ തന്തയില്ലാത്തവൻ, ഫാസിസ്റ്റ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് എത്ര ബോർഡ് ഇതൊക്കെയാണ്. ഒരു കേസ് എടുത്തിട്ടുണ്ടോ? എടുക്കാൻ വകുപ്പുണ്ടോ? അതില്ല. രസം എന്താ വെച്ചാൽ ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റ് അല്ലേ. അതുകൊണ്ട് മോദിയെ ചീത്ത പറഞ്ഞ് പിണറായി വിജയൻ കേസെടുപ്പിക്കുന്നത് എന്തിനാ? പുള്ളി എടുക്കുകയില്ല. മോദിക്ക് നേരിട്ട് എടുക്കാനും പറ്റില്ല. ഇവിടുത്തെ പാവം BJP-കാരൻ സോഷ്യൽ മീഡിയയിൽ കിടന്ന് നിലവിളിക്കും, മോദിയെ അപമാനിച്ചു എന്താ. അതേസമയം പിണറായിയെ പറ്റി ഇത് എഴുതി കഴിഞ്ഞാൽ ഉറപ്പാണ് പിടിച്ചുകൊണ്ട് പോകും. അത് പിടിച്ചുകൊണ്ട് പോയിട്ടുമുണ്ട്. അതിൻ്റെ ഈ സ്റ്റേറ്റ് ലെവൽ ആക്ഷൻ്റെ ഒരു പ്രവർത്തനമാണോ ശരിക്കും പറഞ്ഞാൽ? ഓരോ സ്റ്റേറ്റിൻ്റെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് ഇത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണല്ലോ. അല്ലല്ല, ഇത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഇല്ല, ശരിക്കും പറഞ്ഞാലല്ലോ ക്രിമിനൽ ലോ കൺകറന്റ് ലിസ്റ്റിലാണ്. സ്റ്റേറ്റിനും ഇപ്പം നമ്മുടെ കേരള പോലീസ് ആക്റ്റൊക്കെ കേരള സ്റ്റേറ്റിൻ്റെ ആക്റ്റാണല്ലോ. ക്രിമിനൽ ചില ആക്ഷൻസൊക്കെ കേരള പോലീസ് ആക്ട് വെച്ചും ചെയ്യാം. ക്രിമിനൽ നിയമം കൺകറന്റ് ലിസ്റ്റിലാണ്. പക്ഷേ ലോ ആൻഡ് ഓർഡർ പ്യൂർലി സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. കേന്ദ്രം ഇടപെടണമെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കാം. ഞങ്ങൾക്ക് പാരാമിലിറ്ററി ഫോഴ്സ് വേണം, CRPF വേണം, BSF വേണം, പട്ടാളം വേണം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്താൽ അവർക്ക് അയക്കാം. അല്ലാതെ സ്യുവമോട്ടോ ലോ ആൻഡ് ഓർഡറിൽ ഇടപെടാൻ പറ്റില്ല. ഈവൻ CBI അങ്ങനെയാണല്ലോ. സംസ്ഥാന സർക്കാരിൻ്റെ പെർമിഷനോടുകൂടി മാത്രമേ ഇപ്പോൾ CBIക്ക് വരാൻ പറ്റുള്ളൂ. നേരത്തെ സ്റ്റാൻഡിങ് പെർമിഷൻ ഉണ്ടായിരുന്നു, പിണറായി വിജയൻ അത് പിൻവലിച്ചു. സ്റ്റാൻഡിങ് പെർമിഷൻ വേണ്ട, കേസ് ടു കേസ് ഞാൻ നോക്കിയിട്ട്. അങ്ങനെയാണ് പുള്ളി പോപ്പുലർ ഫൈനാൻസ് CBI അന്വേഷിക്കണം. സിദ്ധാർത്ഥൻ്റെ കേസ് പിന്നെ CBI തുടങ്ങി. മറ്റേ ലൈഫ് മിഷൻ കേസ് വന്നപ്പോഴോ പുള്ളി CBI അന്വേഷണം തടഞ്ഞു. പകുതി CBIയും പകുതി കേരള പോലീസും ഒക്കെ ആയിട്ടാണ് ലൈഫ് മിഷൻ കേസ്, അതാണ് അത് മുന്നോട്ട് പോകാതെ കിടക്കുന്നത്. മറ്റേ പേരിയ കൊലക്കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്പെൻഡ് ക്രോഡ്സ് ഓഫ് റുപ്പീസ്, വലിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് CBI അന്വേഷണം പറ്റില്ല എന്ന് പറഞ്ഞ് വാദിച്ചാണ്. പിന്നെ കോടതി ഇടപെട്ട് അത് CBIക്ക് വിട്ടു. ഇങ്ങനെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് പലപ്പോഴും, അല്ലെങ്കിൽ ഈ ഇത്രയധികം മോദിയെ ചീത്ത പറയുന്ന സ്ഥലങ്ങളും വേറെയില്ല കേട്ടോ. എല്ലാവരും പുള്ളിയെ ഫാസിസ്റ്റാണ്, ജനാധിപത്യം ഇല്ലാതെ ഇത് എന്നൊക്കെ പറയുമെങ്കിലും ഈ തെറി പറയുക. അല്ല, പൊതുവെ ഇപ്പോൾ സാറ് പറഞ്ഞ് വരുന്നതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയുന്നത്, ഒരു ഓട്ടോക്രസിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോയാൽ മാത്രമാണ് കൃത്യമായ രീതിയിൽ നടക്കുകയുള്ളൂ. അതിനൊരു പാഠമായിട്ട് അല്ല, ഡെമോക്രസി നിലനിൽക്കുമ്പോൾ തന്നെ ഇത് ചെയ്യാൻ പറ്റും എന്ന് മോദി തെളിയിച്ചു. വിത്ത് ഓൾ ദീസ് തിങ്സ്. അല്ല, ലോകത്ത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക രാജ്യങ്ങൾ ഇപ്പോൾ പതുക്കെ ഈ പറയുന്ന ഡെമോക്രസിയിലൂടെ അധികാരത്തിൽ വരിക, ഓട്ടോക്രസിയിലൂടെ ഭരിക്കുക, ആ രീതിയിലാണ്. കാരണം ഇല്ല, നിങ്ങൾക്കത് ചെയ്യാൻ സാധ്യമല്ല. ഞാൻ പറയട്ടെ, ഇപ്പോൾ ചൈനയിലെ സുപ്രീം കോടതി ജസ്റ്റിസ് ആരാണ്? വീടുണ്ണോ?
ബട്ട് നമ്മുടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ലോകപ്രശസ്തനാണ്. ആൻഡ് ലോകപ്രശസ്തൻ ഫോർ എംബറാസിങ് ദ റൂളിംഗ് ഗവൺമെൻറ്, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്സ്. ബട്ട് അല്ല, ഇത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണല്ലോ. ചൈനയ്ക്ക് അങ്ങനത്തെ ഒരു സംഭവമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ഓട്ടോക്രസി സാധ്യമല്ല. ഇപ്പോൾ ഇവിടെ ഡെറാഡൂണിൽ പട്ടാളത്തിന് ഒരു റോഡ് വീതി കൂട്ടണം ചൈനയുടെ അതിർത്തി വരെ. അപ്പോൾ അത് പ്ലാനൊക്കെ ആയി അളന്ന് കുറിച്ച് കുറ്റിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയിൽ കൊടുത്തു, ഒരു സ്റ്റേ ഓർഡർ, പരിസ്ഥിതി ഇതാകുമെന്നൊക്കെ പറഞ്ഞിട്ട്. പട്ടാളത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഴയ ടാങ്കിന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ റോഡാണ്. ഇന്ന് ടാങ്കുകൾ വളരെ വലുതായി, മിസൈൽ അത് ഇതൊക്കെ കൊണ്ടുപോകണ്ടേ, ഇതിന് വീതി കൂടിയ റോഡ് വേണം. അപ്പോൾ ആ കൂടെ ഇന്ത്യൻ പട്ടാളത്തിന് സ്റ്റേ ഓർഡർ കൊടുത്തിരിക്കുക സുപ്രീം കോടതി. ലോ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമുണ്ട്, നിയമ ദിവസം. പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും അന്ന് യോഗത്തിൽ സംബന്ധിക്കും. ആദ്യത്തേത് പ്രധാനമന്ത്രി, പിന്നെ ചീഫ് ജസ്റ്റിസ് പ്രസംഗം. പ്രധാനമന്ത്രി പറഞ്ഞു, വന്ന് ഇന്ത്യൻ പട്ടാളത്തിന് സ്റ്റേ ഓർഡർ കിട്ടുന്ന സമയമായി. കോയി ഝോലാവാല ആത്താ ഹെ, പരിസ്ഥിതി പ്രശ്നമാണെന്ന് പറയും, കോടതി സ്റ്റേ ഓർഡർ കൊടുക്കും. ഞാൻ എന്ത് ചെയ്യും? പട്ടാളത്തിൻ്റെ കമാൻഡർ എന്നോട് വന്ന് പറയുന്നു, COAS ഉണ്ട്, ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, സർ മേ ക്യാ കറൂ, റോഡ് നെയ് ബനാ. അപ്പം പട്ടാളത്തിന് പോകാൻ പറ്റും. ഇത് എൻ വി രമണയെ ഇരുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. പിറ്റേ ദിവസം എൻ വി രമണ കേസ് വിളിച്ചു വരുത്തിയിട്ട് സ്റ്റേ വെക്കേറ്റ് ചെയ്തു. ഹീ ഡിഡ് എവറിത്തിങ് ഇൻ എ ഡെമോക്രാറ്റിക് മാനർ. രമണയ്ക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇത് റോഡ് വീതി കൂട്ടുന്നു, പരിസ്ഥിതി നശിക്കുന്നു, ശരി തൽക്കാലം ഒരു സ്റ്റേ ഓർഡറും കൊടുത്തേക്കാം, പിന്നെ വരുന്നത് വെച്ച് നോക്കാം. പരിസ്ഥിതി ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഇതാരുടെയാണ് എന്താണ് പലപ്പോഴും സുപ്രീം കോടതിക്ക് ഇത് വായിച്ചു നോക്കാനുള്ള സമയം പോലും കിട്ടാറില്ല, അത്രയധികമാണ് കേസുകൾ. എനിവേ, ഡെമോക്രസിക്ക് ദോഷം വരാത്ത രീതിയിലാണ് പുള്ളി ഇത് ഹാൻഡിൽ ചെയ്തത്. ഇപ്പോഴും പ്രസിഡൻറ്റ് നമ്മുടെ ദ്രൗപദി മുർമു ഈ DY ചന്ദ്രചൂഡിനിട്ടൊരു കൊട്ട് കഴിഞ്ഞ ലോഡേയിൽ അവർ പറഞ്ഞു, വലിയ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുന്നു, കോടതിയിൽ വലിയ വിധികളൊക്കെ വരുന്നു. എനിക്ക് സാമാന്യ വിദ്യാഭ്യാസവും കാര്യവും മാത്രമേ അറിയാവുള്ളൂ, അതുകൊണ്ട് ഞാൻ കോടതിയുടെ വലിയ നിയമ പരിജ്ഞാനത്തിൽ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, കുറഞ്ഞത് ഒരു 10-30,000 പേര് നമ്മുടെ ജയിലുകളിൽ കിടപ്പുണ്ട്. എന്തിനാണ് അവർ കിടക്കുന്നതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എല്ലാവരുടെയും കത്ത് വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. 28 വർഷമായി ഞാൻ ജയിലിൽ കിടക്കുന്നു, എന്തിനാണ് ഞാൻ കിടക്കുന്നത് അതെനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ പിടിച്ചുകൊണ്ട് വന്ന് ജയിലിലിട്ട് ഞാൻ കിടക്കുന്നു. ഇതൊന്നും നോക്കണം. മറ്റ് വലിയ നിയമപ്രശ്നങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ കൂടെ ഈ പാവങ്ങളുടെ കാര്യം ഒന്ന് നോക്കണം. ചന്ദ്രചൂഡ് ഇരുന്ന് വേർത്തുപോയി. ദിസ് ഈസ് ഡെമോക്രസി. ചന്ദ്രചൂഡിനെ ഗ്രില്ല് ചെയ്തു അങ്ങനെയൊന്നുമല്ല, വളരെ മാന്യമായ ഭാഷയിൽ, റിക്വസ്റ്റ് ചെയ്യുന്ന ഭാഷയിലാണ് ദ്രൗപദി മുർമു പറയുന്നത്. സോ എവറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫങ്ഷനിങ് ആൻഡ് മോദി ഈസ് സീയിങ് ടു ദാറ്റ് ടൈംലി ഈ കാര്യങ്ങൾ നടക്കുന്നു. ഒൺലി തിങ്, പണ്ട് ചെയ്ത പോലെ രാഷ്ട്രപതി ചീഫ് ജസ്റ്റിസിനോട് പറഞ്ഞാൽ എങ്ങനെയാവും, ചീഫ് ജസ്റ്റിസ് ഇരിക്കുമ്പോൾ സുപ്രീം കോടതിയെ വിമർശിച്ചാൽ എങ്ങനെയാവും, ഈ ഡെലിക്കസി എടുത്ത് കളഞ്ഞിട്ട് കാര്യം തുറന്ന് പറയാൻ തുടങ്ങി. അത് ലൈവ് ടെലികാസ്റ്റാണ്, ജനങ്ങൾ കാണട്ടെ, ഞാൻ പറഞ്ഞത് എന്താണ്, ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് എന്താണ്. എവറിതിങ് ഈസ് ഓൺ ദ സ്ക്രീൻ, യു ക്യാൻ സീ. സോ ട്രാൻസ്പെറൻറ്റ്, ഡെമോക്രാറ്റിക് ആൻഡ് ടൈംലി, ഇത് ഇദ്ദേഹം ചെയ്ത് കാണിച്ചു എന്നുള്ളതിൽ സംശയമില്ല. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് ഇപ്പോൾ നമ്മളീ കാണുന്ന കാര്യങ്ങളെല്ലാവരും പ്രതിഫലിച്ചിട്ടിരിക്കും. യെസ്, അതായത് ഈ ഗവൺമെൻറ് തന്നെ വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അതിങ്ങനെയൊക്കെ തന്നെ ചെയ്തു പോകാം എന്ന് തീരുമാനിച്ച് ഓപ്പണായിട്ട് അങ്ങനെ പറയുന്നു, പ്രവർത്തിക്കുന്നു. ആപ്ലിക്കേഷനിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാം, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് അപ്ലോഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കെയർടേക്കർ ഗവൺമെൻറ് ആയാലും അത് ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ കാര്യക്ഷമമായിട്ട് ഫംഗ്ഷൻ ചെയ്യട്ടെ എന്ന നിലപാടിലാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുന്നതെന്ന് നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ. അതല്ലാണ്ട് കെയർടേക്കർ ഗവൺമെൻറ് എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു. കാരണം അതില്ല ബിക്കോസ് ഗവൺമെൻറ് ഈസ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ കണ്ടിന്യൂറ്റി. അതങ്ങനെ തന്നെ അത് പ്രതീക്ഷിക്കുകയും നേരത്തെ ചിലപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും. യെസ്, ഇപ്പോൾ പക്ഷേ അതങ്ങനെ കണ്ടിന്യൂ. നേരത്തെ ഒരു നെർവസ്നെസ് ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിക്ക്, അടുത്ത തവണ ജയിക്കുമോ പേടിയുണ്ട്. അതിൻ്റെ ആ കോൺഫിഡൻസ് ഇല്ലായ്മ ആയിരിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം. എന്തിനാണ് ഞാനിത് ചെയ്യണത്
എന്ന തോന്നലുണ്ടാക്കി. അല്ല, ഈ കോൺഫിഡൻസ് ഉണ്ട്. ചൈനയും നമ്മളും തമ്മിൽ ഇത് പറഞ്ഞ ഫോർബ്സ് മാഗസിനൊക്കെ ഇങ്ങനെ എഴുതാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു കാലത്ത് ഈ വി പി സിംഗ് കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖർ കുറച്ച് മാസത്തേക്ക്, ശരിയാണ് അത് പറയുന്നത്. പിന്നെ ദേവഗൗഡ, പിന്നെ ഗുജറാൾ, പിന്നെ വാജ്പേയി വരുന്നു, 13 ദിവസം കഴിയുമ്പോൾ വീഴുന്നു, പിന്നെയും വരുന്നു, 13 മാസം കഴിയുമ്പോൾ വീഴുന്നു, പിന്നെ വരുന്നു 25 പേരെ കൂട്ടുപിടിച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്ത് അങ്ങോട്ടും പാടില്ല ഇങ്ങോട്ടും പാടില്ല എന്ന് പറഞ്ഞ് ഭരിക്കുന്നു. ഇതൊക്കെ കൊണ്ട് എന്തായി, അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനങ്ങൾ വൈകി, സകല സ്ഥലത്തുനിന്നും പുൾസ് ആൻഡ് പ്രഷേഴ്സാണ്. ആ കാലം പോയി. ഇദ്ദേഹത്തിന് വ്യക്തമായും ഭൂരിപക്ഷം കിട്ടി. ഗഡ്സായിട്ട് തീരുമാനം എടുക്കാനുള്ള ഭൂരിപക്ഷം അദ്ദേഹത്തിന് വന്നു. അത് അദ്ദേഹത്തിന് കിട്ടിയൊരു അഡ്വാൻറ്റേജാണ്. അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്, പാർട്ടിക്കുള്ളിലും പുറത്തും. ഈ രണ്ട് ജനാധിപത്യത്തിലുള്ള ദുരിതമാണല്ലോ. സ്വന്തം പാർട്ടിക്കുള്ളിൽ ഫൈറ്റ് ചെയ്തിട്ട് നേതാവായി വന്നിട്ട് വേണം മറ്റു പാർട്ടികളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. ഈ രണ്ട് ഫൈറ്റിലും ഒരേപോലെ മിടുക്ക് തെളിയിച്ചാൽ മാത്രമേ ജനാധിപത്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവനായിരിക്കും ചിലപ്പോൾ നമ്മളെ താഴെ ഇടുന്നത്. അതെ അതെ, അത് സാധ്യതയുള്ള കൂടുതലാണ്. അതെ, എന്തായാലും കണ്ടിന്യൂയിങ് ഗവൺമെൻറ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തുടരട്ടെ അല്ലേ? യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.